രാജാവും ദീർഘദർശിയുമായ ദാവീദിന്റെ സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവരെനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ കോട്ടയാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്തതയുമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു. ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. നീ എൻ്റെ കാലുകളെ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു.
വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. എൻ്റെ സ്ഥലശത്രുക്കളാലും ഞാൻ നിന്ദനായി തീർന്നിരുന്നു. എൻ്റെ അയൽക്കാർക്ക് അതിനിന്ദൻ തന്നെ. എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. മരിച്ചുപോയതിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. എൻ്റെ ജീവനെ എടുത്തു കളവാൻ അവർ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗതയും നിന്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഞാൻ നിന്നോട് വിളിച്ചപേക്ഷിച്ചിരിക്കയാൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന വിരോധമായ ഹന്തയോട് അവജ്ഞയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അതിരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിക്കും. നീ അവരെ നാവുകളുടെ വാക്കാണത്തിൽ നിന്ന് രക്ഷിച്ചേർ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ, അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശ്വസ്തന്മാരെ പരിപാലിക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നതിന് കഠിനമായ ശിക്ഷ കൊടുക്കുന്നു. യഹോവയിൽ പ്രത്യാശമുള്ള ഏവരുമേ, ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറഖ്മോ. ഹസ്കേൽ ദീർഘദർശന പുസ്തകത്തിൽ നിന്നും ബാറഖ്മോ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ കിഴക്ക് നിന്ന് വന്നു. അവന്റെ ആഗമനത്തിന് മുമ്പേ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ കേബാ തീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കമിഴ്ന്നു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്ത് അകത്തേക്ക് പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറച്ചിരുന്നു. ആ പുരുഷന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്നൊരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് തിവരളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും എന്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. ഇസ്രായേൽ ഭവനമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പ്രസംഗം കൊണ്ട് പൂജാഗിരികളെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എന്റെ പരിശുദ്ധ നാമമേനിൽ അശുദ്ധമാക്കുകയില്ല. എനിക്കും അവർക്കുമിടയിൽ ഒരു ചുവർ മാത്രം വരത്തക്ക വിധം തങ്ങളുടെ ഉമ്മറപ്പടി എന്റെ ഉമ്മറപ്പടികൾക്കും തങ്ങളുടെ കട്ടല എന്റെ കട്ടലകൾക്കും അരികിൽ സ്ഥാപിച്ചിരിക്കുന്നതും കൊണ്ടും അവർ ചെയ്ത മ്ലേച്ഛതകളാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു. ഇപ്പോൾ അവർ തങ്ങളുടെ പ്രസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ആലയം അവരെ കാണിക്കുക. അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറഖ്മോ. യേശു മലേനോ ഹറോ
No.